എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/fyugp2025/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ 19, 20, 21, 23 തീയതികളായിട്ടാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ വിദ്യാർത്ഥികൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. ടെമ്പററി ആയിരുന്നാലും പെർമനൻറ്റ് അഡ്മിഷൻ ആയിരുന്നാലും വിദ്യാർത്ഥികൾ കോളേജുകളിൽ നേരിട്ട് ഹാജരായിട്ട് വേണം ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട്. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻസും അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ ഫീസും എടുത്തുകൊണ്ട് വേണം കോളേജിൽ അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയും നിങ്ങളുടെ എല്ലാവിധ അപേക്ഷയിൽ കൊടുത്ത ഡോക്യുമെൻസും എടുത്തിട്ട് വേണം നിങ്ങൾ കോളേജിൽ പോകാനായിട്ട്. ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 19 മുതൽ അതായത് 23 വരെയാണ് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. പിന്നീട് 25-ാം തീയതിയോടെ സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ പാസ്വേഡും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഇതിലേതാണോ മറന്നു പോയിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ബാക്കി സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്ത് അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് വരിക എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇവിടെ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏകദേശം SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 1390 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും പൈസയാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സാധാരണ ജനറൽ കാറ്റഗറി വിഭാഗം ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് ഈ ഒരു 2800 രൂപയാണ്. അപ്പോൾ 1390 SC/ST വിദ്യാർത്ഥികൾക്ക്. മറ്റുള്ളവർക്കാണെങ്കിൽ 2800 രൂപയാണ് വരിക. അതുപോലെ തന്നെ NIOS ആണെങ്കിൽ അതുപോലെ മറ്റ് സംസ്ഥാന ബോർഡുകളിലുള്ള വിദ്യാർത്ഥികളുമാണെങ്കിൽ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 865 രൂപ, മറ്റുള്ളവരാണെങ്കിൽ 2275 രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളിപ്പോൾ ഒരു 20 ഓപ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. 6ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള അതായത് 6, 7, 8 അതായത് 7, 8, 9 എന്ന് പറഞ്ഞുള്ള ഇതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അതിനുശേഷം 6ാമത്തെ ഓപ്ഷനും അതിന് മുകളിലുള്ള ഈ ഒരു 1 മുതൽ 5 വരെയുള്ള ഓപ്ഷൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ എനിക്കിപ്പോൾ ആ ഒരു സീറ്റ് തന്നെ മതിയെന്നാണെങ്കിൽ എനിക്ക് കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഹയർ ഓപ്ഷൻസ് എനിക്ക് വേണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു കിട്ടിയ ഓപ്ഷനിൽ താൽക്കാലിക അഡ്മിഷനാണ് വേണ്ടതെങ്കിൽ എനിക്ക് അവിടെ ടെമ്പററി ആയിട്ട് കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് പകരം ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ എൻ്റെ അവിടുത്തെ സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോളേജ് ഏതാണോ അവിടെ പോയിട്ട് ഞാൻ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ഇഷ്ടപ്പെട്ട കോഴ്സിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതും ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. ഇനി അതല്ല ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും പിന്നീട് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ടും വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നാണ് വരിക. അതിനുശേഷം അഡ്മിഷൻ 19, 20, 21, 22, 23 തീയതികളായിട്ടാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതിനുശേഷം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 25-ാം തീയതിയാണ്. അതിനുശേഷം 26, 27, 28, 29 30-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു സമയം വരെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത്
19, 20, 21, 23 തീയതികളായിട്ടാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഓൺലൈനായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ അത് നിങ്ങൾ ഏത് ദിവസമാണ് കോളേജിൽ ഹാജരാവേണ്ടതെന്നുള്ള ഡേറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടാവും. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ കോളേജിൽ ഹാജരാവുക. അതിനുശേഷം നിങ്ങൾക്ക് താൽക്കാലികമായിട്ടോ അതായത് ടെമ്പററി അഡ്മിഷനോ അതല്ലെങ്കിൽ സ്ഥിര അഡ്മിഷനോ നേടാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ കോളേജിൽ ഹാജരായി അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തുകൊണ്ട് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതും അല്ല. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പരിഗണിക്കപ്പെടുന്ന എല്ലാ നിങ്ങളുടെ സംവരണ ഡീറ്റെയിൽസുകളും തെളിയിക്കാനായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകേണ്ടതാണ്. അതുപോലെ പ്രവേശന സമയത്ത് ഓൺലൈൻ അപേക്ഷാ ഫോമിൽ നൽകാത്ത സംവരണ ഡീറ്റെയിൽസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഒരു അഡ്മിഷൻ സമയത്ത് ആ ഒരു രേഖകൾ ഹാജരാക്കിയാൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കില്ല. അതുപോലെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഏകജാല സംവിധാനത്തിൽ അപേക്ഷിക്കാൻ പാടുള്ളൂ. അതുപോലെ OCI കാർഡുള്ളവരോ വിദേശ വിദ്യാർത്ഥികളോ ഈ ഒരു ഏകജാല സംവിധാനമായി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇത്തരം വിദ്യാർത്ഥികളാണെങ്കിൽ സർവ്വശാലയിലെ സെൻറ്റർ ഫോർ ഗ്ലോബൽ അക്കാദമിക് വിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുക. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്ത് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ കോളേജിൽ എത്ര രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഗവൺമെൻറ് കോളേജും സെൽഫ് ഫിനാൻസ് എയ്ഡഡ് കോളേജുകളിൽ ഫീസിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഏകദേശം ഒരു 20-25,000 രൂപയൊക്കെ ചില കോഴ്സുകൾക്ക് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് ഏതാണ് അതിനനുസരിച്ചിട്ടാണ് ഫീസ് ഉണ്ടാവുക. BA കോഴ്സൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10-15,000 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ മാത്രമാണ് ഈ ഒരു സെൽഫ് ഫിനാൻസിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന മുമ്പ് വിളിച്ച് ചോദിച്ച് നിങ്ങൾ ആ ഒരു ഫീസ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.